കഴിഞ്ഞ ദിവസം കാണാനിടയായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. ഇതിലല്പം ഒരു കോമഡി തോന്നിയതുകൊണ്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കയും ഈ ബ്രീത്ത് അനലൈസർ ടെസ്റ്റും തമ്മിൽ എന്തോ ഒരു വൈകാരിക ബന്ധം ഇത് രണ്ടും തമ്മിലുണ്ടെന്നാണ് ഈ വീഡിയോ പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, പത്തനംതിട്ട ജില്ലയിലെ KSRTCയുടെ പന്തളം ഡിപ്പോയിൽ ഡ്രൈവേഴ്സിനുള്ള റൂട്ടീൻ ചെക്കിൻ്റെ ഭാഗമായിട്ട് അവർ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പാണ് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തും. ആ സമയത്ത് മദ്യം കഴിക്കാത്ത ഒരാളെ അതിൽ പോസിറ്റീവ് ആയിരിക്കണം, അത് ബ്രീത്ത് അനലൈസർ അദ്ദേഹത്തെ പിടിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനത് കഴിച്ചിട്ടില്ല, എന്നെ വേണമെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ 2-3 പേരും കൂടി ഇതുപോലെ കഴിക്കാതെ ഇതിൽ കുടുങ്ങി. അപ്പോഴാണ് പറയുന്നത്, മറ്റൊരു ഡ്രൈവർ വീട്ടിൽ നിന്ന് കുറേ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇവരെല്ലാവരും സാമാന്യം നല്ല രീതിയിൽ ചക്ക അടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രൈവറെ വീണ്ടും ഈ ടെസ്റ്റ് നടത്തുക. അപ്പോൾ വീണ്ടും റീഡിങ് ഉയരുന്നു. അപ്പോൾ മനസ്സിലായി വില്ലൻ ചക്കയാണെന്ന്. അതങ്ങനെ തീർന്നു എന്നാണ് വീഡിയോ പറയുന്നത്. ഇതിനകത്ത് ഒരാൾ പറയുന്നുണ്ട്, എന്തോ ഈ ചക്കയൊക്കെ പഴുത്ത് കഴിയുമ്പോൾ ഗ്ലൂക്കോസും ഫാക്ടോസൊക്കെ വരും, അങ്ങനെയുള്ള കെമിക്കൽ സംഭവങ്ങളൊക്കെ ആകാം കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമുക്കറിയില്ല. എനിക്കുണ്ടായ ഒരു സംശയം ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ലോകത്തുള്ള എല്ലാ ചക്കകളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം ഉണ്ടാകുന്ന ആ പ്ലാവിലത്തെ ചക്കകൾ മാത്രമായിരിക്കും ഇങ്ങനെ? അതുമല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന പർട്ടിക്കുലർ ചക്ക അതിൽ മാത്രമായിരിക്കുമോ കുഴപ്പം? ചിലപ്പോൾ ചക്കയിൽ എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയിട്ടാണെങ്കിലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം. അതെന്തോ ആയിക്കോട്ടെ, ഏതായാലും ഈ ബ്രീത്ത് അനലൈസറിനെ കംപ്ലീറ്റ്ലി ജുഡീഷ്യറി വിശ്വാസത്തിലെടുക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ബ്രീത്ത് അനലൈസർ വെച്ചിട്ട് പോലീസ് ചെക്ക് ചെയ്ത് പിടിക്കുന്നവർ അവർക്കെതിരെ കേസെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കോടതി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ കോടതി പറയും എങ്കിൽ അടച്ചോ എന്ന് പറയും. ഇങ്ങനെ അടിച്ചവന്മാർ അടച്ചുകൊണ്ട് പോണത് കൊണ്ടാണ് ഈ കേസ് അങ്ങനെ തീർന്നു പോകുന്നത്. ആരെങ്കിലും ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്താൽ എന്നാലും നീ അടച്ചോ എന്ന് കോടതി പറയാറില്ല. അവനോട് അടുത്ത ഹിയറിംഗ് ഡേറ്റിലേക്ക് കേസ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അവന് തെളിയിക്കാനുള്ള അവസരമുണ്ട് അടിച്ചിട്ടില്ല എങ്കിൽ. പക്ഷെ അതിന് സാധാരണ ആളുകൾ നിൽക്കാറില്ല. കാരണം അതിനുവേണ്ടി നമ്മൾ ഒരു വക്കീലിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വേറെ രീതിയിലേക്ക് ലെവലിലേക്ക് അത് പോകും. പിന്നെ മിക്കവാറും അടിച്ചവരൊക്കെ തന്നെയായിരിക്കും തോന്നുന്നു, മെജോറിറ്റി അങ്ങനെയൊക്കെ തന്നെയാണ്. ബ്രീത്ത് അനലൈസർ അങ്ങനെ കള്ളം പറയാറില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അടിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഈ വീഡിയോയിലൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏതായാലും വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.